സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ലേയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ലേയിൽ കറങ്ങാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. നൂബ്ര വാലി ഉണ്ട്, ഹാൻലേ ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ലേയുടെ റൈറ്റ് സൈഡ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ സൻസ്കാർ വാലി എന്ന് പറഞ്ഞൊരു ഏരിയയും കൂടി ഉണ്ട്. സോ ആ സൻസ്കാർ വാലി ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ. കാഷ്വൽ കോൺവെർസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റീസെന്റ് ജസ്റ്റ് സൻസ്കാർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം പാങ്കോങ്ങിൽ ആണ് എത്തിയിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 5-6 മെയിൻ സെക്ഷൻസ് ആണ്. ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഏതൊക്കെയാണ് വഴികൾ നമുക്ക് സൻസ്കാറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതുള്ളത്. ഇപ്പം നമ്മളിപ്പം ചെയ്ത റൂട്ട് മണാലിയിൽ നിന്നാണ്. മണാലിയിൽ നിന്ന് എക്സാക്ട്ലി ജിസ്പേ കഴിഞ്ഞ് ഡർച്ച എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഡർച്ച കഴിഞ്ഞ് ഷിങ്കുള പാസ് വഴി ഷിങ്കുള പാസ് കഴിഞ്ഞ് ഗോംബോരഞ്ജൻ, അതിനുശേഷം പൂർണ്ണെ, പിന്നെ പതുമാണ് സൻസ്കാറിന്റെ മെയിൻ സിറ്റി. സോ അതൊരു വഴിയാണ്. പിന്നെ അതുകൂടാതെ കാർഗിലിൽ നിന്ന് ഡയറക്റ്റ് വരാൻ പറ്റും പതുമിലേക്ക് തന്നെ. അത് മറ്റൊരു ഓപ്ഷനാണ്. പിന്നെ അതുകൂടാതെ ലേന്ന്, അതായത് ലേന്ന് പതുമിലേക്ക് വരാനായിട്ട് 3 റൂട്ട്സ് ഉണ്ട്. ഒന്നിൽ പുതിയ ഹൈവേ ഉണ്ട്, കൺസ്ട്രക്ഷൻ ആണ്, കറന്റ് ഓപ്പൺ അല്ല, സൺഡേസ് മാത്രം ഓപ്പൺ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ബാക്കിയുള്ള ദിവസം സ്റ്റിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ വേറെ 2 റൂട്ടുകളുള്ളത്, ഒരെണ്ണം സിംഗ്ല സിർസില പാസ് വഴി വാൻല വഴി ഉള്ള റൂട്ടും, പിന്നെ ഈ വഴി തന്നെ ഒരു എക്സ്ട്രാ പാസ് ഉള്ള മുർഗുംല എന്ന് പറഞ്ഞ ലിങ്ക് ഷെറ്റ് മുർഗുംല പാസ് വഴി വേറൊരു വഴിയുണ്ട്. സോ ഇങ്ങനെ 5 ഡിഫറെന്റ് റൂട്ട്സ് ആണ് നമ്മുടെ അറിവിൽ ഉള്ളത് സൻസ്കാർ അല്ലെങ്കിൽ പതുമിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ പതുമിൽ നിന്ന് പുറത്തേക്ക് ലേയിലേക്കോ അല്ലെങ്കിൽ മണാലിയിലേക്കോ അല്ലെങ്കിൽ കാർഗിലേക്കോ വരാം. ഇതിൽ നമ്മൾ പോയിരുന്ന റൂട്ട് മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിംഗുള വഴി പതും എത്തുകയും ആൻഡ് പതുന്ന് റിട്ടേൺ നമ്മൾ ആദ്യം പറഞ്ഞ സിംഗ്ല സിർസില പാസ് വാൻല വഴി ലേ എത്തുകയാണ് ചെയ്തത്. മണാലി എന്ന് വരുമ്പോൾ ആക്ച്വലി ദർച്ച വരെ വളരെ നല്ല റോഡാണ്. ദർച്ച കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് മുന്നോട്ട് നല്ല റോഡാണ്. മേ ബി ഒരു ഷിംഗ്ല പാസിന്റെ ടോപ്പ് വരെ അത്യാവശ്യം മാനേജബിൾ ആണ്. ഇടയ്ക്ക് ഒരു 2-3 വാട്ടർ ക്രോസിംഗ്സ് ഉണ്ടെന്ന് വെച്ചാൽ കാര്യമായ ഓഫ് റോഡിംഗ് ഇല്ല. അത്യാവശ്യം മാനേജബിൾ റോഡ് തന്നെയായിരുന്നു. Hey guys, so we have reached Shingula top. Ashik and Shingula top. 16,550 feet. We also saw a frozen lake. അതിന് കാണിക്കാം. That's the frozen lake. അതിനുശേഷമാണ് കുറച്ചും കൂടെ കാര്യമായ ഓഫ് റോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഗോംബോരഞ്ജൻ ആയിരുന്നു. ഗോംബോരഞ്ജൻ നമ്മൾ ഓൾറെഡി കുറെ ഹൈപ്പ് കേട്ടിരുന്നതാണ്. ആൻഡ് ഇറ്റ് റിയലി ലിവ്ഡ് അപ്പ് ടു ഇറ്റ്സ് ഹൈപ്പ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ നല്ലതായിരുന്നു. എന്താ പറയാ, ആക്ച്വലി ആ ഭാഗമൊക്കെ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ഗോംബോരഞ്ജന്റെ ഫ്രണ്ടിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരുന്ന വീഡിയോസ് കഴിഞ്ഞ കൊല്ലം ഗോംബോരഞ്ജന്റെ ഫ്രണ്ടിലുള്ള ഒരു ലേക്ക്, ഒരു റിവർ ക്രോസ് ചെയ്യണം, വാട്ടർ ക്രോസിംഗ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ അവിടെയൊക്കെ പ്രോപ്പർലി ടാർഡാണ്. ഗോംബോരഞ്ജൻ ഇസ് ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ് യു ഷുഡ് നോട്ട് മിസ്. ആൻഡ് ഈ റൂട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യില്ല. സോ ഗോംബോരഞ്ജനിൽ അവിടെ തന്നെ കുറെ ടെന്റ് ഓപ്ഷൻസ്, സ്റ്റേ ചെയ്യാനും പറ്റും, അല്ലാതെ നമുക്ക് ടെന്റ് പിച്ച് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്, അതിനുള്ള സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിന് മിക്കവാറും ചെറിയൊരു എമൗണ്ട് എല്ലാം കാണുമായിരിക്കും മോസ്റ്റ്ലി. പക്ഷെ എനിവേസ് അതൊരു നല്ല ഓപ്ഷനാണ്, വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ് റൂട്ട് വരികയാണെങ്കിൽ. പതുമിലേക്കുള്ള ഡയറക്റ്റ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് താങ്സെ വില്ലേജിൽ നിന്നാണ്. താങ്സെ വില്ലേജിൽ ഒരു വൈ ജംഗ്ഷൻ ഉണ്ട്. ആ താങ്സെ വില്ലേജ് വൈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വില്ലേജ് ടെസ്റ്റ വില്ലേജ്. ആ ടെസ്റ്റ വില്ലേജ് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇറ്റ്സ് എ പ്രോപ്പർ ടാർ റോഡ്, പക്ഷെ സിംഗിൾ ലൈൻ ആണ്. ഇടയ്ക്ക് 2 വാട്ടർ ക്രോസിംഗ് വരുന്നുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് മാനേജബിൾ. യു ക്യാൻ എക്സ്പെക്ട് ദ ടാർ റോഡ്, ബട്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ റോഡിൽ ഉണ്ടാകും. സോ ബി കെയർഫുൾ ഓൺ ദാറ്റ് റോഡ്. ബട്ട് ഇറ്റ് ടേക്സ് യു ഡയറക്ട്ലി ടു പാതു ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് യു ടു പൂർണ്ണെ ആൻഡ് ദെൻ ടു പാതു. പൂർണ്ണെ പോകാനാണെങ്കിൽ താങ്സേന്ന് റൈറ്റ് എടുക്കുക. അവിടെ ഫുക്കിൽ മൊണാസ്ട്രി ഉണ്ട്, which is also very famous. ഹണിക്കോം മൊണാസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ആക്ച്വലി കവർ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ബേസിക്കലി ഈ റൂട്ട് പോകുന്ന അഡ്വാൻറ്റേജസ് നമുക്കിപ്പം സെയിം ഡേ തന്നെ നമ്മുടെ കേസ് തന്നെ ജിസ്പേന്ന് സ്റ്റാർട്ട് ചെയ്ത് പതും തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ ഈസിയസ്റ്റ് വേ വുഡ് ബി ഗോയിങ് വൈ ദിസ് റൂട്ട്. പൂർണ്ണ വഴി പോവുകയാണെങ്കിൽ പൂർണ്ണ നമുക്ക് ആക്ച്വലി ഈ റൂട്ട് പോകുമ്പോൾ പൂർണ്ണ റൂട്ട് ഓപ്പോസിറ്റ് കാണാൻ പറ്റും. അത് ഭയങ്കര ഓഫ് റോഡാണ്, നമുക്ക് കാണാൻ പറ്റും. വണ്ടികളൊക്കെ വളരെ സ്ലോ പേസിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ ഉറപ്പായിട്ട് ഒരു 2 hours എങ്കിലും എക്സ്ട്രാ എടുക്കും പൂർണ്ണ ടച്ച് ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റും. സോ സെയിം ഡേ തന്നെയാണ് നിങ്ങൾ ജിസ്പേന്ന് പതും വരെ എത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ റൂട്ടായിരിക്കും കുറച്ചുകൂടെ റെക്കമെൻഡഡ്.
ആസ് ഓഫ് നൗ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച്. റോഡിന് കുറച്ച് രീതി കുറവാന്നുള്ളൂ, പക്ഷെ മോസ്റ്റ്ലി എല്ലാം നല്ല ടാർ ചെയ്ത് പ്രോപ്പർ വഴിയാണ്. റോഡ് കണ്ടീഷൻ ഓൾസോ ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഈ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡേ ബൈ ഡേ റോഡ് ആക്ച്വലി ഈസ് ഗെറ്റിംഗ് ബെറ്റർ. എൻ്റെ റോഡ് സ്ട്രെച്ച് ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ ടണൽസ് ആണെങ്കിലും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ റിവർ ക്രോസിംഗ്സും അങ്ങനെയുള്ള എല്ലാ ഡിഫിക്കൽട്ടീസും ഡേ ബൈ ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. ഈവൻ നെറ്റ്വർക്ക് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമ്മൾ പ്രീവിയസ് വീഡിയോസ് വെച്ച് പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ ജിസ്പ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഞ്ച് എവിടെയും കിട്ടില്ല എന്നായിരുന്നു. പക്ഷെ ആക്ച്വലി നമ്മൾ വേറെ കുറെ വില്ലേജസിൽ കാര്യാക്ക് വില്ലേജിലൊക്കെ കിട്ടിയിരുന്നു ആക്ച്വലി റേഞ്ച്. ജിയോക്ക് ടവർ ഉണ്ടായിരുന്നു. സോ അപ്പൊ അതും ഇമ്പ്രൂവിംഗ് ആണ്. സോ സംതിങ് വെൽ. പിന്നെ ഈ റൂട്ടിൽ വേറൊരു കാര്യമുള്ളത്, നമുക്ക് മെക്കാനിക് അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ സർവീസ് സെന്റേഴ്സ് അങ്ങനെയൊന്നുമില്ല. സോ ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വണ്ടി ടോ ചെയ്യേണ്ടി വരും. ടോ ചെയ്യാനായിട്ട് അങ്ങനെ വേറൊരു കാര്യം നമുക്ക് പറഞ്ഞല്ലേ, നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വിളിച്ച് വരുത്താൻ പറ്റും. നെറ്റ്വർക്ക് കവറേജ് ഇല്ലെങ്കിൽ ഓൺലി ഓപ്ഷൻ ആ വഴി പാസ് ചെയ്യുന്ന ആൾക്കാർ, യൂഷ്വലി ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻസിന്റെ മെയിൻ്റെനൻസ് വെഹിക്കിൾസ് പോകുന്നുണ്ടാവും. അവരോടൊക്കെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക, അവരോട് അപ്രോച്ച് ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ കിട്ടുമെങ്കിൽ അങ്ങനെ ഓൾമോസ്റ്റ് എവരിബഡി എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ നിന്ന്, അതായത് ശിങ്കുല കഴിഞ്ഞ് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നില്ലെങ്കിൽ മാക്സിമം ഗോംബുറഞ്ചിന്റെ ജസ്റ്റ് മേളിൽ വരെ എത്താൻ ശ്രമിക്കുക. അവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയില് ദാറ്റ് പേഴ്സൺ ഹാസ് എ പിക്കപ്പ്. അപ്പൊ ആ പിക്കപ്പ് പുള്ളി ഈ ടോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. ഐ തിങ്ക് പുള്ളി ചാർജ് ചെയ്യുന്നത് 10,000 രൂപ കണ്ടാണ് പാതും വരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സർവീസ് സെന്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് മെക്കാനിക്കിനെ കിട്ടുന്നത് പാതുമിലാണ്, പൂർണ്ണയിൽ കിട്ടില്ല. സോ പുള്ളി ചാർജ് ചെയ്യുന്നത് അറൌണ്ട് 10,000 to 12,000 റുപ്പീസ് റേഞ്ചിലായിരിക്കണം. അപ്പോ ഏകദേശം 80 to 85 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ആ പുള്ളിയുടെ ആ കടയിൽ നിന്ന് പതുമിലേക്ക്. സോ ആ ഡിസ്റ്റൻസ് ആണ് പുള്ളി ഒരു 4 hours എടുക്കും, ഓൾമോസ്റ്റ് 4 to 5 hours എടുക്കും. സോ പതുമില് പിന്നെ സർവീസ് സെന്റേഴ്സും ചില ഇതിനുണ്ട്, പക്ഷേ റോയൽ എൻഫീൽഡിന് സർവീസ് വാൻ ആണുള്ളത്. അതുള്ളത് അവരുടെ പതുമിലുള്ള ഏക ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെയാണുള്ളത്. സോ നിങ്ങൾക്ക് ഡയറക്ട്ലി കോൺടാക്ട് നമ്പർ ഉണ്ട്, പക്ഷേ കോൺടാക്ട് നമ്പർ അവർ എപ്പോഴും എടുക്കാറില്ല. സോ ഓരോ സീസണിലെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. സീസണലായിട്ടാണ് ആ സർവീസ് വാൻ അവിടെ ഉണ്ടാകുക. അപ്പൊ സീസണലായിട്ട് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. സോ ഒരു പെർമനന്റ് കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പർ വർക്ക് ചെയ്യില്ല. ആ ഹോസ്പിറ്റൽ സൈഡിലാണ് യൂഷ്വലി പാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഫ്രം 10 to 7 അവരവിടെ ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. മനസ്സിലാക്കിയെടുത്തോളം ഈ വാൻ അവിടെ ത്രൂ ഔട്ട് ദ ഇയർ ഇല്ല. ഈ മെയിൻ ലഡാക്കിന്റെ ഈ ഒരു സീസണിൽ മാത്രം, അതായത് ജൂൺ to October, ആ ഒരു സീസണിൽ മാത്രമേ ആ വാൻ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ആക്ച്വലി പതും മാർക്കറ്റിൽ നിന്ന് അവിടുത്തെ നമ്മുടെ പതും പെട്രോൾ പമ്പിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലോട്ടൊരു അത്യാവശ്യം നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ പറയാനുള്ളത് ഫ്യൂവലിന്റെ കാര്യമാണ്. പെട്രോൾ ഈ റൂട്ടിൽ നമുക്ക് ചണ്ടിയിൽ കിട്ടും, കീലോങ്ങിൽ കിട്ടും. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ പതുമിലേ ഉള്ളൂ. പതുമില് 2 പമ്പുണ്ട്. ഒന്ന് ടുവേർഡ്സ് കാർഗിലും പിന്നെ ഒന്ന് ടുവേർഡ്സ് നമ്മൾ വന്ന റൂട്ട് സൻസ്കാർ റൂട്ടിലേക്ക് വരുമ്പോൾ ഒരു പമ്പുണ്ട്. ഇത് രണ്ടുമാണുള്ളത്. യൂഷ്വലി സീസൺ ടൈമിൽ എസ്പെഷ്യലി നമുക്ക് ഈ ടണ്ടിയിലും കിലോങ്ങിലും പമ്പ് അത്ര റിലയബിൾ ആയിരിക്കില്ല. കാരണം എസ്പെഷ്യലി നമ്മൾ ലേറ്റ് ഇൻ ദ ഈവനിങ് ആണ് പോകുന്നതെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ കഴിയുന്നതും ഏർലി ഇൻ ദ മോർണിംഗ് പോകാൻ നോക്കുക. ജനറൽ റൂൾ വിൽ ബി എവിടെ കിട്ടുന്നോ അവിടെ തന്നെ അടിക്കുക, റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ റൈറ്റ് മിനിറ്റ്. കാരണം പെട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബ്ലാക്കിന് കിട്ടാനും ചില സ്ഥലത്ത് കിട്ടും, പക്ഷെ എല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ല. മനസ്സിലായിടത്തോളം പതുമിന്നാണ് ബ്ലാക്കിനാണെങ്കിലും പൂർണ്ണ ബ്ലാക്കിനാണെങ്കിലും പെട്രോൾ കിട്ടാൻ കുറച്ചുകൂടെ സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്സ് ഇപ്പൊ നമ്മൾ സ്വന്തം വണ്ടിയിലാണ് പോയത്. ഇതല്ലാതെ തന്നെ വേറെ ഓപ്ഷൻസ് ഉള്ളത് റെന്റഡ് ബൈക്സ് എടുക്കാൻ പറ്റും. നമ്മൾ കുറെ പേരെ കണ്ടിരുന്നു, മണാലിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഈ സൈഡ് ലേയിൽ നിന്നാണെങ്കിലും എടുത്തിരുന്ന ആൾക്കാർ കാർഗിൽ നിന്നാണല്ലോ ഓപ്ഷൻ എടുക്കാൻ പറ്റും. അതൊരു ഓപ്ഷൻ. പിന്നെ അല്ലാതെ ബസ് ആക്ച്വലി ഈ വഴി ട്രാവൽ ചെയ്യുന്നുണ്ട്. ബസ് പ്രൈവറ്റ് അത് ബസ് കാർഗിൽ വഴിയാണ്. ലേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് 4 o'clock സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 4 o'clock സ്റ്റാർട്ട് ചെയ്ത് കാർഗിൽ വഴി പതും എത്തും. അത് ഈവനിങ് 7:38 എന്തോ എത്തുമ്പോൾ. കാരണം 450+ കിലോമീറ്റേഴ്സ് ഉണ്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ. സോ അപ്പം അതായിരിക്കും ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ ടു ട്രാവൽ ടു പതും. പിന്നെ അതിന് ലോക്കൽ ടാക്സീസ് ഒക്കെ ഹയർ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. സോ ദാറ്റ് വിൽ ബി ദ ചീപ്പസ്റ്റ് ഓപ്ഷൻ. അതല്ലാതെ തന്നെ വേറെ നമ്മൾ കണ്ടിരുന്നത് നമ്മൾ ഈ വന്ന റൂട്ടിൽ ടാക്സീസ് ഹയർ ചെയ്തത്, അതായത് ഇന്നോവ പോലത്തെ ഉള്ള ടാക്സീസ് അല്ലെങ്കിൽ ട്രാവലേഴ്സ് ഹയർ ചെയ്ത ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സോ അതും ഓപ്ഷൻ കൺസിഡർ ചെയ്യാനാണ്. ഇവൻ ഫാമിലീസ് അല്ലെങ്കിൽ റെന്റഡ് ബൈക്സ് അങ്ങനെ എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ഓപ്ഷനാണ്.
ബൈക്സ് സംസ്കാറിൽ ആക്ച്വലി ലഡാക്ക് ബൈക്സ് മാത്രമാണ് അലൗഡ്, ആ ഒരു പ്രശ്നമില്ല. നമുക്ക് ആക്ച്വലി ഹിമാചൽ പ്രദേശ് നമ്മൾ കുറെ വണ്ടികൾ കണ്ടിരുന്നു. അങ്ങനെ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അസോസിയേഷൻ ഇഷ്യൂ ഉണ്ടാക്കുന്നില്ലാന്ന് തോന്നുന്നു. ലഡാക്കിലെ പോലെ അത് ലേ പാസ് ചെയ്ത് കഴിഞ്ഞുള്ള ആയിരിക്കാം, ലേയിലെ ഈ സൈറ്റ് സീയിങ്ങിനായിരിക്കും ആ പ്രശ്നം മുഴുവൻ. സോ ഇതൊക്കെയാണ് ലൈക്ക് ഓപ്ഷൻസ് ഉള്ളത്. നമ്പർ ഓഫ് ഡേയ്സിന്റെ കേസിൽ ഇതും ഒരു ക്വസ്റ്റൻ ആണ്. സോ നമ്പർ ഓഫ് ഡേയ്സിന്റെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പ്ലാൻ ആക്ച്വലി വാസ് ടു സ്റ്റാർട്ട് ഫ്രം ജിസ്പ ഫസ്റ്റ് ഡേ 1 ആൻഡ് ഷിംഗ്ല പാസ് വഴി എത്തിയിട്ട് പൂർണ്ണയിൽ സ്റ്റേ ചെയ്യുക. നെക്സ്റ്റ് ഡേ രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവിടെ ടെന്റ് സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി പൂർണ്ണയിൽ ആക്ച്വലി ക്യാമ്പ് സൈറ്റ്സ് ആണ് കൂടുതലും, നമുക്ക് തന്നെ പിച്ച് ചെയ്യാം. അല്ലെങ്കിൽ അവർ തന്നെ കോട്ടേജ് ഒക്കെ കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് കോട്ടേജ് ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഡേ അവിടെ നിന്ന് ഒരു ചെറിയ ട്രക്ക് ഉണ്ട്, ഒരു 4 to 5 kilometers ടു ഫുക്കൽ മൊണാസ്ട്രി. അത് കവർ ചെയ്തിട്ട് അതിന് ഉച്ച കഴിഞ്ഞ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പദും എത്തിയതിനു ശേഷം പദുമിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്ത് നെക്സ്റ്റ് ഡേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പദുമിന് നെക്സ്റ്റ് ഡേ തന്നെ സ്ട്രേറ്റ് ലേ വരെ എത്താനായിരുന്നു നമ്മുടെ ആക്ച്വൽ പ്ലാൻ. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് പദുമിനൊരു എക്സ്ട്രാ ഡേ നമുക്ക് കിട്ടി, ബിക്കോസ് നമ്മൾ പൂർണ്ണ കട്ട് ചെയ്ത് നേരെ പദുമിലെത്തിയത്. സോ നിങ്ങൾക്ക് ഏത് പ്ലാൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പദുമിലാണെങ്കിലും നമുക്ക് കാണാൻ അത്യാവശ്യം 1-2 മൊണാസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. ഐ മീൻ ആ റൂട്ടിലുള്ള എല്ലാ മൊണാസ്ട്രീസും അത്യാവശ്യം വളരെ ഫേമസ് ആണ്. ഈവൻ ഈ റൂട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ട്രക്ക് ചെയ്ത് പൊക്കോണ്ടിരുന്ന മൊണാസ്ട്രീസ് ആണ് ഇതൊക്കെ. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വില്ലേജസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര റിമോട്ട് വില്ലേജസ് ആണ്. സോ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, വളരെ അൺടച്ച്ഡ് ആയിട്ട്. എസ്പെഷ്യലി ഞങ്ങൾ ഈ ലാസ്റ്റ് റൂട്ട്, നമ്മൾ ഈ 11 ലേയിലുള്ള റൂട്ട് എടുത്തു പറയണം, ലൈക്ക് അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിരുന്നു. ഈ സൻസ്കാർ റിവർ ത്രൂ ഔട്ട് നമ്മുടെ സൈഡിൽ തന്നെ ഒരു 45 to 50 kilometers പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഈവൻ ദ റൂട്ട് ഭയങ്കര റോ ആയിരുന്നു. ലൈക്ക് ഇടയ്ക്ക് 1-2 ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അത് ലൈക്ക് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈവൻ റോഡാണെങ്കിൽ നമുക്ക് അധികം വണ്ടികൾ, നമ്മളിപ്പം ത്രൂ ഔട്ട് ദ എൻറ്റയർ ഡേ നമ്മൾ കണ്ടത് ഒരു 10 to 15 vehicles ആണ് മാക്സിമം ആ റൂട്ടിൽ കണ്ടിരുന്നത്. സോ ഇതൊക്കെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റ് ആണ്, കൺസിഡറിംഗ് ദാറ്റ് ദ ഹൈവേ ഇസ് നോട്ട് കംപ്ലീറ്റ്. ലേ സൻസ്കാർ ഒരു ഹൈവേ വരുന്നുണ്ട്, അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റിൽ ഓൺ ഗോയിങ്. ആ ഹൈവേ സൺഡേ വർക്ക് ഇല്ലാത്തത് കൊണ്ട് സൺഡേ ഓപ്പൺ ആണ് ഫോർ പബ്ലിക്. അപ്പം നിങ്ങൾ സൺഡേ ആണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് ആ ലേ സൻസ്കാർ ഹൈവേ. ഭയങ്കര ഫാസ്റ്റർ ആണ്, ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ്. അറൗണ്ട് 3 hours സേവ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ യൂസ് ചെയ്തില്ല, പക്ഷെ എന്നാലും വേറെ മിലിറ്ററിയിലുള്ള സ്റ്റാഫ് പറഞ്ഞു. ഇതല്ലാതെ വേറെ 2 റൂട്ടുകൾ. നമ്മൾ വന്ന റൂട്ട് ഇപ്പം സിംഗ്ല പാസ് വഴിയാണ് വന്നത്. ലൈക്ക് ഇറ്റ് വാസ് നല്ല റൂട്ടായിരുന്നു. അത്യാവശ്യം ഓഫ് റോഡ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയ റൂട്ടാണ്. പക്ഷെ ദെൻ ഇറ്റ് വാസ് ടയറിംഗ് ഓൾസോ. കാരണം നമ്മൾ ഒരു മല കയറുന്നു, വീണ്ടും അത് ഇറങ്ങി, വീണ്ടും നെക്സ്റ്റ് കയറി, വീണ്ടും ഇറങ്ങി, അങ്ങനെ ഒരു ഏകദേശം 14.5 hours എടുത്തു നമ്മൾ ടോട്ടൽ. രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ് 8 ആയപ്പോഴാണ് എത്തിയത്. ഏകദേശം ഒരു 8 hours മണ്ടി എഞ്ചിൻ റണ്ണിങ് ടൈം ഉണ്ടായിരുന്നു. ആൻഡ് ഒരു 6 hours ബ്രേക്കും എടുത്തു. പിന്നെ ഈ പറഞ്ഞ കയറ്റമൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് AMS സീൻസ് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് അത്യാവശ്യം ഇത്രയും റെസ്റ്റ് തന്നെ എടുക്കണമെന്നാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ. പക്ഷേ അത് നിങ്ങളുടെ ചോയ്സ് ആണ്, അല്ലാതെ ഡ്രൈവ് ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് വഴിയാണ്. ഏരിയയിലൊക്കെ എന്തെങ്കിലും നമുക്ക് വണ്ടിക്ക് ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വേറൊരു ഹെൽപ്പ് കിട്ടാനില്ലാത്തൊരു സ്ട്രെച്ച് ആണ്. നമ്മളവിടെ പിക്കപ്പ് ഒന്നും കിട്ടില്ല, വളരെ കാണുന്നില്ല ആ വഴി. ആ റൂട്ട് എന്തായാലും മാക്സിമം സേഫ് ആയിട്ട് വണ്ടിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുന്നതാണ്. ഫുഡ് ഓപ്ഷൻസ് ദർശന ആക്ച്വലി തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഫുഡ് ഓപ്ഷൻസ് എന്ന് പറയാൻ, ഫുഡ് ഓപ്ഷൻ ആയിട്ട് കിട്ടാനുള്ളത് ഓൾമോസ്റ്റ് ഗോംബരഞ്ജൻ വരെ എത്തണം. ഗോംബരഞ്ജന്റെ കുറച്ച് മുന്നേ ഒരു ചെറിയ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ഒരു കഫേ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ മാഗി അങ്ങനത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ. പിന്നെ അവിടെ കുറച്ച് താഴത്തേക്ക് വന്ന ഗോംബരഞ്ജന്റെ അവിടെ എന്തൊക്കെ കുറച്ച് കിട്ടും തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ കിട്ടണ്ടുള്ളൂ. പിന്നെ പതുമിലുണ്ടാവുള്ളൂ. പിന്നെ പതുമിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വഴിയിലൊക്കെ ഇപ്പൊ മെയിൻലി അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം ഇപ്പൊ അവരെ ഫോക്കസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു പല ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. മാഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ പാകത്തിലുള്ള ചെറിയ ചെറിയ ഷോപ്സ് നമുക്ക് ഉണ്ട്. സോ ഫുഡ് കിട്ടും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ത്രൂ ഔട്ട് ദ റോഡ് കിട്ടും. ബട്ട് എനിവേസ് റെക്കമെൻഡഡ് വുഡ് ബി, ഇത്രയും അത്യാവശ്യം ലോങ് ട്രാവൽ ആയതുകൊണ്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഫുഡ് പാക്ക് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ബേസിക്കലി ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ സൻസ്കാർ ട്രിപ്പിന്റെ ഞങ്ങൾ 3 പേരായിരുന്നു. ആൻഡ് ഞങ്ങൾ റൂട്ട് മെൻഷൻ ചെയ്ത പോലെ ഫ്രം ജിസ്പ ടു ലേ ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളത് ഞങ്ങളുടെ ബ്രേക്കപ്പ് ഇവിടെ കൊടുത്തേക്കാം. യു കെൻ റെഫർ ടു ദാറ്റ്. സോ നമുക്കാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഡെവിൽ ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു.
പുള്ളി വളരെ റെഗുലർ ആയിട്ട് എല്ലാ കൊല്ലവും ഹിമാലയാസ് എസ്പെഷ്യലി സ്പിറ്റി വാലി, പിന്നെ അതുപോലെ സൺസ്കാർ വാലി, അതുപോലെ തന്നെ ലേ റൂട്ട് നൂബ്ര വാലി ആണെങ്കിലും അല്ലെങ്കിൽ ഹാൻലേ പോലുള്ള എല്ലാ സൈഡിലുള്ള അപ്ഡേറ്റ്സും പുള്ളി റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ റൂട്ടിലുള്ള എല്ലാ മൗണ്ടൻ പാസസും വീക്ക്ലി വൺസ് പുള്ളി പോസ്റ്റ് ചെയ്യാറുണ്ട്, ഏതൊക്കെയാണ് ഓപ്പൺ ഏതൊക്കെ ക്ലോസ് എന്നുള്ളത്. സോ അപ്പൊ അങ്ങനെ ആ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ടു കീപ് ട്രാക്ക് ഓഫ് എന്തൊക്കെയാണ് ഇപ്പൊ കറന്റ് ഓപ്പൺ എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ വീഡിയോ എടുത്തതിന്റെ പേർപ്പസ് മീറ്റ് ചെയ്യുന്നതാണെന്നുള്ള വിശ്വാസം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് ആണ്, ഇത് ഡേ ബൈ ഡേ ഇംപ്രൂവിംഗ് ആണ്. ആസ് വി ടോൾഡ് യു, കുറെ സ്ഥലത്ത് തന്നെ ഈ റൂട്ടിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ റൂട്ടിനെ പറ്റിയോ ലേയെ പറ്റിയോ, ഞങ്ങളിപ്പം ലേ സർക്യൂട്ടിന്റെ ഇടയിലാണ്, സോ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഓൺ ദിസ് വീഡിയോ. ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓൾസോ യു ക്യാൻ DM us on our Instagram page, A Life to Ride. So thank you. എല്ലാരും അടിച്ചുകറി വാ. ആശിക്ക് ഉറങ്ങുമ്പോൾ നീ തോന്നി പറയടാ. പറഞ്ഞോട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.